cornerstone is solid ground, formed through the fiercest drought and storm. Build hearts of love, what depths of peace, when fears are still, when struggling ceased. My comforter, my all in all, here in the love of Christ I stand. പ്രിയമുള്ളവരെ, ഇന്ന് യുവജന ഞായറാഴ്ചയായിട്ട് ഡയോസിസ് ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സഭയിലും പ്രിയപ്പെട്ട യുവജനങ്ങളാണ് ആരാധനയ്ക്ക് വിവിധങ്ങളായ നേതൃത്വം നൽകുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. യുവജനങ്ങൾ വഴിതെറ്റിപ്പോകാവുന്നതായ ഒരു സാഹചര്യങ്ങൾ, ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സമകാലിക സമൂഹത്തിൽ അവരെ ആത്മീയതയിലേക്ക് നയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധന ആരംഭിക്കാം. ഞങ്ങളുടെ കാരുണ്യവാനായ സ്വർഗീയ പിതാവാം ദൈവമേ, വീണ്ടും ഒരു പുതിയ പകൽക്കാലങ്ങളിലൂടെ ഞങ്ങളെ നീ വഴി നടത്തുന്ന ഓർത്താലേലൂയ. നന്ദിയോടെ സ്തുതി സ്തോത്രം മഹത്വം പൂഴ്ച ഞങ്ങൾ കരയെത്തുകയാണ്. നീ പകൽക്കാലം മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെ സ്ഥലങ്ങളിലെ സ്ഥാനങ്ങളിലെ ജീവിതങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ, ആത്മീയമായ സാന്നിധ്യം, കർത്താവേ, ആ ദൈവികമായ സാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ആരാധനയ്ക്കായിട്ട് കൂടി വരികയാണ് നാഥ. പ്രത്യേകമായി യുവജനങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. നിന്റെ മക്കളെയും കർത്താവെ വരവരുന്നതായ മുന്നോട്ടുള്ള അവരുടെ ആ വിശ്വാസ രൂപീകരണത്തിന് ഈ ആരാധനയും അവരുടെ കർത്താവെ ഓരോ നേതൃത്വവും അതിന് ഉതകുന്നതായി തീരുവാൻ തൊക്കണം. നീ അവരെ ആ കർത്താവെ നിന്റെ കൃപയിൽ അവരെ നയിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നതായ പ്രിയപ്പെട്ട അവരെയും അതുപോലെ കർത്താവെ ആരാധനയിൽ വിവിധ ഭാഗവാക്കുകളാകുന്ന എല്ലാ മക്കളെയും നിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് ശക്തീകരിക്കുകയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യണമേ. ഇത് കേൾക്കുകയും കാണുകയും അതുപോലെ ഈ ആരാധനയിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന ഭാഗവാക്കുകളാകുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ നിന്റെ കൃപയിൽ കരങ്ങളിൽ താഴ്ത്തി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, അവിടുന്ന് ശക്തീകരിച്ചാട്ടെ, അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ദൈവനാമ മഹത്വത്തിന് സ്തുതിക്കുമായിട്ട് കീർത്തനം 34-ാമത്തെ കീർത്തനം പാടി നമുക്ക് ആരാധന ആരംഭിക്കാം. കീർത്തനം 34. സ്വരാജനെ കാഴ്ചവെക്കാത്തൻ പാതേ തന്നോദ്രേക്ഷോ സുഖം ക്ഷേമ നിന്നെ പോലോ സ്തുതിക്കും. സ്തുതിച്ചൊൽക സ്തുതിച്ചൊൽക നിത്യരാജ സ്തുതിച്ചൊൽ സ്തുതി സ്തുതിച്ചൊൽക സ്തുതി സ്തുതിച്ചൊൽക സ്തുതി സ്തുതിച്ചൊൽക സ്തുതി സ്തുതിച്ചൊൽക സ്തുതിച്ചൊൽക നിത്യരാജ സ്തുതിച്ചൊൽ. പിതാക്കൾക്കാപത്തിൽ ചെയ്ത കൃപകൾക്കായി സ്തുതിക്കാം. ഇന്നും ആശീർവദിക്കുന്ന യഥാവാനെ സ്തുതിക്കാം. സ്തുതിച്ചൊൽക സ്തുതിച്ചൊൽക വിശ്വസ്തത പൂർണ്ണനായി സ്തുതി സ്തുതിച്ചൊൽക സ്തുതി സ്തുതിച്ചൊൽക സ്തുതി സ്തുതിച്ചൊൽക സ്തുതി സ്തുതിച്ചൊൽക സ്തുതിച്ചൊൽക വിശ്വസ്തത പൂർണ്ണനായി. തന്മുഖം കാണും ദൂതരെ സ്തുതിച്ചേവാൻ തുണയ്ക്കാം. സൂര്യചന്ദ്ര
ഇന്ദ്രാദി സൃഷ്ടിയെ കുമ്പിടിനവൻ മുൻപിൽ സ്തുതി ചൊൽക കൃപാലുവേ സ്തുതിക്കാം സ്തുതി സ്തുതി ചൊൽക സ്തുതി സ്തുതി ചൊൽക സ്തുതി സ്തുതി ചൊൽക സ്തുതി സ്തുതി ചൊൽക സ്തുതി ചൊൽക കൃപാലുവേ സ്തുതിക്കാം. ആരാധന സൃഷ്ടാവിനോടുള്ള സൃഷ്ടിയുടെ വിധേയത്വ പ്രതിസ്പന്ദനമാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും അതിൽ പങ്കുചേരാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം നൽകും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ പിതാവാം ദൈവമേ, സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി ഒരു യുവാവായിരിക്കെ ജീവൻ നൽകിയ പുത്രനാം ദൈവമേ, സകലത്തിന്റെയും കാര്യസ്ഥനായി നിലകൊള്ളുന്ന ത്രിയേക ദൈവമേ, എല്ലാ മനുഷ്യരുടെയും ആത്മീയ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അനുതാപം. അനുതാപത്തിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം. വാക്കുകളേക്കാൾ ധ്യാനം അനുതാപത്തിലേക്ക് നമ്മെ നയിക്കും. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. അതിനാൽ അനുതാപ ഹൃദയത്തോടെ തിരുസന്നിധിയിലേക്ക് ഹൃദയങ്ങളെ പകരാം. നമുക്ക് ചേർന്ന് വയ്ക്കാം. ആത്മീയ മൂല്യങ്ങളെ ത്യജിച്ച ലോകസുഖങ്ങളെ ആദർശമാൻ ദൈവത്തെയും പ്രകൃതിയെയും സൃഷ്ടിയെയും നൊമ്പരപ്പെടുത്തിയതോർത്ത് അനുഭവിക്കുമ്പോൾ വർണ്ണമായ കാഴ്ചകളും അശുദ്ധമായ ചിന്തകളും കാരണം ക്രിസ്തീയത്തിൽ നിന്ന് അകന്നുപോയ ഞങ്ങളോട് ഓർക്കണമേ. കാര്യസ്ഥാനത്തിനായി നീതിരഹിതമായ പ്രവൃത്തികളും സത്യത്തിന്റെ വഴികളും തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ ജീവിതം ഞങ്ങളോട് ക്ഷമിക്കണമേ. പാപക്ഷമ പ്രഖ്യാപനം. അനുതാപ ഹൃദയത്തോട് ദൈവത്തോട് അടുത്തു വന്ന നമ്മോട് ദൈവം പ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പരമാർത്ഥ ഹൃദയത്തോട് അനുദപിച്ച നമ്മെ മനസ്സിലുള്ള ദൈവം നിർമ്മല ജലം തളിച്ച് പാപ വിമോചകരാക്കി. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഇപ്പോൾ ഒന്നാം പാഠഭാഗം വായിക്കുന്നത്. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 37 മുതൽ 43 വരെ. ഉൽപ്പത്തി 41 അധ്യായം 37 മുതൽ 43 വരെയുള്ള ദൈവവചനം കേൾക്കാം. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയായിരിക്കും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ ബലീവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നുവെന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി
മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവൻ മിസ്രയീം ദേശത്തൊക്കെയും മേലധികാരിയാക്കി. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. 2-ാം പാഠത്തിന് മുമ്പായി ഇന്നത്തേക്ക് സങ്കീർത്തനം 111-ാം സങ്കീർത്തനം പ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 111. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 111. 111-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവന്റെ പ്രമാണങ്ങൾ എല്ലാം വിശ്വാസ്യം തന്നെ. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ ഒരു പ്രത്യേക പാട്ടുകൾ അവരിവിടെ അവതരിപ്പിക്കുന്നതായിരിക്കും. ആ പാട്ടിനായി നമുക്കൊരുക്കും. പിതാവാം
സമുദ്രങ്ങളെന്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിനും, ഭയമില്ല ഇനിയും. ഇപ്പോൾ രണ്ടാം പാഠഭാഗം വായിച്ചു കേൾക്കാം. രണ്ടാം പാഠം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കുന്നു. ഫിലിപ്പിയർ 3-ാം അധ്യായം 1 മുതൽ 16 വരെ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനീന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തീശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാഖിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഇവിടെ രണ്ടാം ഭാഗം അവസാനിക്കുന്നു. നമുക്കിപ്പോൾ സഭയുടെ വാക്യ പ്രതിവാദമായിട്ട് ചേർന്ന് വായിക്കാം. സഭയുടെ വാക്യ പ്രതിവാദമായിട്ട് ചേർന്ന് വായിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവിടമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു.
മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ഇപ്പോൾ പ്രസംഗത്തിന് മുമ്പ് കീർത്തനം 140 കീർത്തനം നമുക്ക് പാടാം. ഈ കീർത്തനത്തിന് ശേഷം ആഷ്ന ജോ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമേ. ഞങ്ങൾ ഇന്നിവിടെ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അവിടുന്ന് സഹായിക്കണമേ.
സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയരെ, മഹാ ഇടവകയായി ഇന്ന് യുവജന ഞായർ ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങളോടൊപ്പം ചേർന്ന് ദൈവവചനം സംസാരിക്കാൻ ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രേസ് അച്ഛനും കമ്മിറ്റി അംഗങ്ങളോടും യൂത്ത് ഫെലോഷിപ്പ് ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സമകാലിക ലോകത്തിൽ യുവജനങ്ങളുടെ ആത്മീയത, സ്പിരിച്വാലിറ്റി ഓഫ് യൂത്ത് ഇൻ കണ്ടംപററി വേൾഡ്, അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ആധാരമായി ഇന്ന് ലേഖന പാഠമായി വായിച്ചു കേട്ട ഫിലിപ്പിയർ 3-ാം അധ്യായം 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. യൗവനം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. നിഷ്കളങ്കമായ ശൈശവ, ബാല, കൗമാരങ്ങൾ പിന്നിട്ട് യൗവനത്തിലേക്ക് എത്തുമ്പോൾ ആഘോഷങ്ങളോടൊപ്പം ചില സംഘർഷങ്ങളുടെയും നടുവിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ശിശുവിൻ്റെതായ ഏത് സ്വഭാവമാണ് എനിക്ക് നഷ്ടമായത്? നിഷ്കളങ്കതയാണോ? അതോ ഉപാധികളില്ലാത്ത നിർവ്യാജമായ വിശ്വാസമോ? യൂത്ത് ഫോർ പ്ലഷർ, മിഡിൽ ഏജ് ഫോർ ബിസിനസ് ആൻഡ് ഓൾഡ് ഏജ് ഫോർ റിലീജിയൻ. ഇതാണ് പൊതുവെ ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ബൈബിൾ നമ്മോട് പറയുന്നു, യൂത്ത്, മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജ് ഫോർ യുവർ ക്രിയേറ്റർ. സമകാലിക ലോകം എന്ന് പറയുമ്പോൾ മനുഷ്യർ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പായുന്ന ഒരു ചിത്രമായിരിക്കാം നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആത്മീയ ശക്തി പ്രാപിക്കുന്ന യൗവനം സാധ്യമാണോ എന്ന് നാം സംശയിച്ചേക്കാം. ഒരു സംശയവും വേണ്ട, അത് സാധ്യമാണ്. കാരണം ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തു. കേവലം 33.5 വർഷക്കാലം മാത്രം മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച സാക്ഷാൽ ദൈവപുത്രൻ. ദൈവത്തിലേക്ക് അടുക്കുവാൻ ഒരുവന്റെ പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് യൗവനം എന്ന് നാം തിരിച്ചറിയണം. കാരണം നമ്മുടെ ഏറ്റവും ആരോഗ്യകരമായ വർഷങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ നാം കടപ്പെട്ടവരാണ്. ഏറ്റവും മൂർച്ചയേറിയതും വ്യക്തതയുള്ളതും ശോഭയേറിയതുമായ ചിന്താശക്തിയും ഉറപ്പും ധൈര്യവും യൗവനത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. എന്നാൽ അതോടൊപ്പം ധാരാളം സംഘർഷങ്ങളും പ്രലോഭനങ്ങളുമുള്ള കാലഘട്ടം കൂടിയാണിത്. പഠനേതര രംഗങ്ങളിലെ മത്സരവും താരതമ്യങ്ങളും ഒരു വശത്ത്, മദ്യം, മയക്കുമരുന്ന്, അപകടകരമായ കൂട്ടുകെട്ടുകൾ തുടങ്ങിയവ മറുവശത്ത്. എന്നാൽ ഇത്തരം വെല്ലുവിളികളും പരീക്ഷണങ്ങളും അതിജീവിക്കാൻ കഴിയുന്ന ഒരു ഘട്ടം കൂടിയാണ് യൗവനം. ഭൗതികവും ആത്മീയവുമായ ധാരാളം പ്രലോഭനങ്ങളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും ക്രിസ്തുവിൽ കൂടുതലായി പറ്റിച്ചേർന്നുകൊണ്ട് പാപങ്ങളോട് പോരാടാൻ നമുക്ക് കഴിയും. അതിന് ആദ്യമായി ചെയ്യേണ്ടത് പാപം ചെയ്യാനുള്ള നമ്മുടെ പ്രവണതയെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിൽക്കാൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തുക എന്നതാണ്. ശരീരം കൊണ്ടുള്ള പാപങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാധ്യതകൾ ഇന്ന് വളരെ അധികമാണ്. ഇൻ്റർനെറ്റ് എന്ന അതിവിശാലവും നിർഗൂഢവുമായ ലോകം ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലാണുള്ളത്. തെറ്റായ ഒരു ക്ലിക്ക്, അതുമാത്രം മതി നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാൻ. എന്നാൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വഴിതെറ്റി പോകാവുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ കൈ പിടിച്ച് വെളിച്ചം പകരാൻ അവൻ ശക്തനാണ്. പഴയ നിയമ കാലഘട്ടം നോക്കുമ്പോൾ ദൈവം തൻ്റെ അതിശയകരമായ രക്ഷാദൗത്യങ്ങളിൽ നേതൃസ്ഥാനം കൊടുത്തത് യുവജനങ്ങൾക്കായിരുന്നു എന്ന് കാണാം. ദാവീദ്, എസ്തേർ, ഇരമ്യാവ്, ദാനിയേൽ, റൂത്ത് മുതലായവരെ ദൈവം തൻ്റെ മഹത്തരമായ രക്ഷാവേലകൾക്ക് നിയോഗിക്കുമ്പോൾ 12-നും 20-നും മധ്യേ പ്രായമുള്ള ബാലകരും യൗവന്മാരും ആയിരുന്നു ഇവർ. അതുപോലെ ഇന്ന് 1-ാം പാഠത്തിൽ നമ്മൾ വായിച്ചു കേട്ട യോസെഫ്, യാക്കോബിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ പുത്രൻ, സങ്കീർണമായ സ്വപ്നങ്ങൾ കാണുന്നതിലും അത് വ്യാഖ്യാനിക്കുന്നതിലും മിടുക്കൻ. ഇതേ കാരണങ്ങളാൽ സഹോദരങ്ങൾക്ക് അവനോട് അസൂയ തോന്നിയതുകൊണ്ട് അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും പിന്നീട് വെറും 20 വെള്ളിക്കാശിന് അവനെ വിറ്റുകളയുകയും ചെയ്തു. അപ്പോഴുള്ള അന്ധകാരത്തിൻ്റെയും ഏകാന്തതയുടെയും അവസ്ഥയിൽ തളർന്നു പോകാതെയും തുടർന്ന് പോത്തിഫറിൻ്റെ വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും ജീവിക്കുമ്പോഴുണ്ടായ പ്രലോഭനത്തിലും വീണുപോകാതെ നിൽക്കുവാൻ അവന് കഴിഞ്ഞു.
തുടർന്ന് കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോൾ യഹോവയിൽ ആശ്രയിച്ച് അവൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചതിനാൽ തൻ്റെ പ്രിയപ്പെട്ടവരെയും നാടിനെയും കൊടും ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കുവാനും ഫറവോന്റെ പ്രധാനമന്ത്രി പദത്തിൽ എത്താനും യോസെഫിനെ ദൈവം സഹായിച്ചു. യുവാക്കളായ നാമും നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ദൈവത്തിൽ ആശ്രയിച്ച് നേരിടുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് യോസെഫിനെ പോലെ ധാരാളമായ നന്മകൾ പ്രാപിക്കുവാൻ കഴിയും. പുതിയ നിയമകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയ ദൈവപുത്രന് ഭൂമിയിൽ വന്നു പിറക്കാൻ ഭാഗ്യവശാൽ അവസരം ലഭിച്ച ഒരു കന്യക മാത്രമായിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ലൂക്കോസ് 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള ഭാഗം കന്യാമറിയത്തിന്റെ പാട്ട് എന്ന പേരിൽ നമുക്ക് സുപരിചിതമാണ്. 10 വാക്യങ്ങൾ അടങ്ങിയ ഈ ഭാഗം പഴയ നിയമ പുസ്തകത്തിലെ 23 വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ദൈവവചനം നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നത് കൊണ്ടാണ് അത്ര ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ അതിശയകരവും ഭയങ്കരവുമായ ശക്തിയെക്കുറിച്ച് മറിയ പൂർണ്ണ ബോധവതിയായിത്തീരുന്നത്. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം തന്നത് തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെയാണ്. ലൂക്കോസ് 4-ാം അധ്യായം 18-19 വരെയുള്ള ഭാഗത്ത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. ഇത് തന്നെയാണ് സമകാലിക ലോകത്തിൽ നമ്മൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ പിന്തുടരേണ്ട ആത്മീയ ദൗത്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജീവിതം എന്നും അനീതിക്കും അക്രമത്തിനുമെതിരായ പോരാട്ടമായിരുന്നു. ഒരു യഹൂദനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പലതും യേശു ചെയ്തു. ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ നടന്നു, കുഷ്ഠരോഗികളെ തൊട്ടു, കുരുടനെയും മുടന്തനെയും സൗഖ്യമാക്കി, ശമരിയക്കാരിയുമായി സംസാരിച്ചു. പാവപ്പെട്ടവരും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുമായ ജനങ്ങളുടെ വിമോചനമായിരുന്നു യേശുവിൻ്റെ ദൗത്യം. അതിനാണ് യേശു പ്രവർത്തിച്ചത്. പൊതു ഇടങ്ങളിൽ, അതായത് സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ എല്ലാവരിൽ നിന്നും അകന്നു മാറി ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സ്നേഹം എന്താണെന്നോ സൗഹൃദം എന്താണെന്നോ അറിയാത്തവരായിരിക്കാം. അത്തരം ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചാൽ അവിടെയാണ് കർത്താവിൻ്റെ വിമോചന ദൗത്യം സാധ്യമാകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഗാന്ധിജിയുടെ റോൾ മോഡൽ യേശുക്രിസ്തു ആയിരുന്നു എന്നും നാം വായിച്ചിട്ടുണ്ട്. ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹവും കരുതലും നന്മയുമെല്ലാം ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രയോഗിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളത് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ യുവത്വം പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാണെന്നും വിശാല മനസ്സും തുറന്ന ചിന്താഗതിയും ഉള്ളവരാണെന്നും കഴിഞ്ഞ 2-3 വർഷങ്ങളായി കേരളം നേരിട്ട അതിഭീകരമായ പ്രതിസന്ധികളിൽ നമ്മുടെ യുവജനങ്ങൾ കാട്ടിയ ഉദാത്ത മാതൃകയിലൂടെ നാം കണ്ടു. കേരളം നേരിട്ട 2 ജലപ്രളയങ്ങളുടെ മുന്നിൽ ഈ നാട് ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം എന്നവർ ലോകത്തെ നോക്കി പറഞ്ഞു. മുൻപെങ്കും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത രീതിയിൽ പൊതുജന സേവയ്ക്കായി യുവജനങ്ങൾ ഒത്തുകൂടി. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ, കോൾ സെൻ്ററുകൾ, ഇവിടെയെല്ലാം യുവജനങ്ങൾ പ്രവർത്തിച്ചു. സേവന മനോഭാവത്തോടെ എല്ലാ കാര്യങ്ങളിലും ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം, വസ്ത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതും ആവശ്യക്കാർക്ക് എത്തിക്കുന്നതും തുടങ്ങി എന്താവശ്യങ്ങൾക്കും അവർ മുൻപിലുണ്ടായിരുന്നു. വെറും പ്രഹസനമോ ഒരു സെൽഫിക്കോ വേണ്ടി ചെയ്തതല്ല, അതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. വളരെ ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായിരുന്നു അവരുടെ സേവനം. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അന്നത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഭാഗമാകുവാൻ കഴിഞ്ഞു എന്നതും നന്ദിയോടെ ഓർക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിലുടനീളം നീതിയും സത്യവും സമാധാനവുമാണ് നമുക്ക് കാണിച്ചു തന്നത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ കണ്ണുനീർ തുടയ്ക്കാനും അവൻ എപ്പോഴും ഓർക്കുമായിരുന്നു. യുവാക്കളായിരിക്കുന്ന നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും ഇതാണ്. ചെറുതും വലുതുമായ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കായി മാറ്റിവെക്കാൻ കഴിയുന്ന കുറച്ച് നിമിഷങ്ങൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സമാധാനവും നീതിയും ഇത് തന്നെയാണ്.
അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ് ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ജാതിയോ മതമോ ഭാഷയോ നിറമോ ഒന്നും ഒരു തടസ്സമായി നിൽക്കാൻ നമ്മൾ സമ്മതിക്കരുത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ലോകത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമായിരുന്നു വർണ്ണവിവേചനത്തിന്റെ പേരിൽ ജോർജ് ഫ്ലോയിഡ് എന്ന അമേരിക്കക്കാരന്റെ മരണം. നീതിയും ന്യായവും സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈകൊണ്ടാണ് ആ മരണം എന്നത് ആ പ്രശ്നത്തെ വളരെ വലുതാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങളും കൂട്ടായ്മകളും നടന്നു. സമസ്രഷ്ടങ്ങളോട് ബഹുമാനവും ആദരവും പുലർത്താൻ പഠിക്കുക. നമ്മളെല്ലാവരും വിജയങ്ങളിൽ സന്തോഷിക്കുന്നവരും അഭിമാനം കൊള്ളുന്നവരുമാണ്. എന്നാൽ പരാജയങ്ങൾ അതേ മനോഭാവത്തോടെ കൈക്കൊള്ളാൻ നമുക്ക് കഴിയാറുണ്ടോ? നിത്യജീവനെ പ്രാപിപ്പാൻ വന്ന യൗവനക്കാരനോടുള്ള യേശുവിന്റെ മറുപടിയാണ് സുവിശേഷ വേദഭാഗമായി നാം വായിച്ചു കേട്ടത്. കൽപ്പനകൾ എല്ലാം പ്രമാണിച്ചിട്ടും തൻ്റെ സമ്പത്താണ് തടസ്സമെന്ന് തിരിച്ചറിഞ്ഞ യുവാവ് ദുഃഖിച്ചു പോയിക്കളഞ്ഞതായി നമ്മൾ അവിടെ വായിക്കുന്നു. നാം വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും വിശ്വസ്തയുള്ളവർ ആയിരിക്കണമെന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കൽ ഒരു യുവാവ് തൻ്റെ ജോലി നഷ്ടമായി വളരെ ദുഃഖിതനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിച്ച്, ദൈവമേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. വെളിയിൽ ഒരു പക്ഷി പാടുന്നത് അയാൾ കേട്ടു, പക്ഷെ അത് അയാൾ അത്ര കാര്യമാക്കിയില്ല. അയാൾ വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഒരു ഇടിമുഴക്കമുണ്ടായി, അതും അയാൾ മൈൻഡ് ചെയ്തില്ല. അവൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി. അവൻ വീണ്ടും, ദൈവമേ, എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആരും വന്നില്ല. ജനലിലൂടെ ഒരു മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു, അതും അവൻ കാര്യമാക്കിയില്ല. അവൻ അലറി വിളിക്കാൻ തുടങ്ങി, ദൈവമേ, നീ എവിടെയാണ്? എന്നെ ഒന്ന് തൊട്ട് ആശ്വസിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഭംഗിയുള്ള ഒരു ചിത്രശലഭം അവൻ്റെ കയ്യിൽ വന്നിരുന്നു. അവൻ അതിനെയും കാര്യമാക്കുന്നില്ല, അവൻ അതിനെ തട്ടിക്കളയുന്നു. പെട്ടെന്നാണ് അവൻ്റെ ഫോണിൽ ഒരു മെയിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. തന്നെ ജോലിയിൽ തിരിച്ചെടുത്തു എന്ന സന്തോഷകരമായ വാർത്തയായിരുന്നു ആ മെയിലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദുഃഖവും നിരാശയും കാരണം ആകെ തകർന്നിരുന്ന അവൻ ആ മെയിൽ വായിക്കുക പോലും ചെയ്യാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വീണ്ടും പരാതി പറയാനും കരയാനും തുടങ്ങി. ഓർക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ആയിരിക്കില്ല ഓരോ അനുഗ്രഹങ്ങളും നമ്മെ തേടി വരുന്നത്. ദൈവം തരുന്ന നന്മകൾ എന്തു തന്നെ ആയിരുന്നാലും അത് തിരിച്ചറിയാനും സ്വീകരിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. യൗവനകാലത്തിൽ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കാരണം ചിലപ്പോഴെല്ലാം ദൈവം നമ്മോട് ഇടപെടുന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇതിനുള്ള പ്രതിവിധി. കാരണം പ്രാർത്ഥന എന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു പേഴ്സണൽ കോൺവെർസേഷനാണ്. ചെറുപ്പം മുതൽ വളരെ നല്ലൊരു സൺഡേ സ്കൂളിൽ പഠിച്ചു വരാനുള്ള ഭാഗ്യമുണ്ടായവരാണ് നമ്മളെല്ലാവരും. രാജനായകൻ സാറും ഡേവിഡ് പീറ്റർ സാറും മറ്റ് ടീച്ചേഴ്സും പകർന്നു തന്ന ദൈവവചനവും ബൈബിൾ കഥകളും പിന്നെ അവരുടെ എല്ലാം മാതൃകാപരമായ ജീവിതവും നമ്മെ ഒരുപാട് സ്വാധീനിച്ചിട്ടുമുണ്ട്. യുവജനങ്ങളായ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിലും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹം നമുക്ക് മാർഗദീപങ്ങൾ ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇന്ന് നാമും ലോകം മുഴുവനും COVID-19 എന്ന മഹാമാരിയാലുള്ള ഭീതിയിലും ആശങ്കയിലുമാണ്. മനുഷ്യന്റെ കഴിവുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും അപ്പുറമായി നിയന്ത്രണമില്ലാതെ രോഗവ്യാപനം ഉണ്ടായപ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരുടെ ദയനീയ കാഴ്ചയാണ് നാം കാണുന്നത്. ആത്മീയ നേതൃത്വങ്ങൾക്ക് പോലും വിശ്വാസികൾക്ക് വേണ്ട ധൈര്യവും പ്രത്യാശയും നൽകാൻ കഴിയാതെ പോകുന്നതും നാം കാണുന്നു. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും പൂർണ്ണമായി അവനിൽ ആശ്രയിക്കുന്നതിനുമുള്ള അവസരമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. ആരോഗ്യവകുപ്പും അധികാരികളും COVID-19 നേരിടുന്നതിന് നൽകിയിരിക്കുന്ന ഒരു പൊതു നിർദ്ദേശമാണ് SMS, സാനിറ്റൈസേഷൻ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ആത്മീയ ജീവിതത്തിലും നാം ഒരു SMS പാലിക്കേണ്ടതായിട്ടുണ്ട്. 3400 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ പറയുന്നത്, കുഷ്ഠരോഗി അധരം മൂടിക്കൊണ്ടിരിക്കണം, രോഗമുള്ള നാളൊക്കെയും അവൻ തനിച്ചു പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. അധരം മൂടുക, അതായത് മാസ്ക് ധരിക്കുക. തനിച്ചു പാർക്കുക, ഐസൊലേഷൻ. പാളയത്തിന് പുറത്തായിരിക്കുക, ക്വാറന്റൈൻ. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അശുദ്ധമായതൊന്നും നമ്മിലേക്ക് വരാതിരിക്കാനും
അരുതാത്തതൊന്നും നമ്മളിൽ നിന്ന് പുറപ്പെടാതിരിക്കാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. യെശയ്യാവ് 1-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കഴുകി വെടുപ്പാക്കുവേൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവേൻ. അതായത് സാനിറ്റൈസ് ചെയ്യുക. പാപങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ കണ്ണ് മറച്ചു കളയുമെന്നും എത്ര പ്രാർത്ഥിച്ചാലും കേൾക്കില്ല എന്നുമാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയുള്ളവരായി തീരുമ്പോൾ ദൈവം നമ്മെ നോക്കുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. സാനിറ്റൈസേഷൻ നമുക്ക് അത്യാവശ്യമാണ്. അടുത്തത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കുക. രോഗത്തെ മാറ്റി നിർത്തുവാൻ സാമൂഹിക അകലം ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിലും സോഷ്യൽ ഡിസ്റ്റൻസിങ് ആവശ്യമാണ്. വേദപുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ ദൈവം അരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നാം ഇത് പാലിക്കണം. വിഗ്രഹാരാധന, അനുസരണക്കേട്, ദ്രവ്യാഗ്രഹം, അഹങ്കാരം, അസൂയ, കപടവിശ്വാസികൾ, കള്ളപ്രവാചകന്മാർ, കപടവേശക്കാർ, ദുരുപദേശക്കാർ, അന്ധകാരത്തിൻ്റെ ശക്തികൾ, അശുദ്ധമായത്, പ്രലോഭനം, ഈഗോ, ഇവയോടെല്ലാം നാം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. SMS പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കും. നിന്റെ യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന വചനം നമുക്ക് പാലിക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. സ്വർഗമാകട്ടെ നമ്മുടെ ലക്ഷ്യം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസ സംഗതികളെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചൊല്ലാം. അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം പിന്നെ ഉയർത്തെഴുന്നേറ്റു, അവസർഗത്തിലേക്ക് കയറി, സർവശക്തനായ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധകാലൊരിക്കൽ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പരിധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവിടുത്തെ ആവശ്യിക്കണമേ. അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ സ്വർഗ്ഗത്തിലെ പല ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കണമേ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്തത്തിൽ ഇഷ്ടപ്പെടുന്നവനായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോട് ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസന്മാരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും
നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന് ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ ആലയത്തിൽ കൂടി വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ലോകത്തിലുള്ള അനേക ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഒരുങ്ങാം. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകമായി ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമാകെ COVID-19 വ്യാപനത്താൽ പ്രയാസപ്പെടുന്നു. അനേകർ മരണപ്പെട്ടിരിക്കുന്നു. ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ശമിക്കുവാനും വളരെ വേഗത്തിൽ ഇതിന് മരുന്ന് കണ്ടെത്തുവാൻ ഇടയാക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ യുദ്ധസമാനമായ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അശാന്തിയുടെ ഇടങ്ങളാകാതെ സമാധാനം നിലനിൽക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാ ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അഭിമന്യ BN ഫെൻ തിരുമേനിയെയും ജനറൽ സെക്രട്ടറി റെവറൻ ഷിനു ജോൺ ചാക്കോ, യുവജന പ്രവർത്തകൻ രഞ്ജു മാത്യു, യുവജന ബോർഡ് അംഗങ്ങൾ, ഏരിയ യൂണിറ്റ് തല ഭാരവാഹികൾ എന്നിവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സ്കൂളിലും കോളേജിലും അവർ നിലകൊള്ളുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിലകൊള്ളുന്ന സഭയുടെ വിവിധ ശുശ്രൂഷകളിൽ സന്തോഷത്തോടെ പങ്കുചേരുന്നതിനും ദൈവരാജ്യത്തിൻ്റെ വർധനവിനായി പ്രവർത്തിക്കേണ്ടതിനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്കായും പട്ടാളക്കാർ, പോലീസ്, ആതുര ശുശ്രൂഷകർ, ആതുര സ്ഥാപനങ്ങൾ ഇവരൊക്കെ സത്യത്തിലും നീതിയിലും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ശാന്തമായി ആരാധിക്കുന്ന സാഹചര്യത്തിൽ അതിന് സാധിക്കാത്ത ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി കഴിയുന്ന വ്യത്യസ്ത മതവിശ്വാസികളുണ്ട്. മതമൗലികവാദം, വർഗീയത, ഫാസിസം എന്നിവ കൊടികുത്തി വാഴുന്ന രാജ്യങ്ങൾക്കായി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ കൂട്ടായ്മയ്ക്കായി നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. സമകാലീന ലോകത്തിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ദുഃഖത്തിലേക്ക് പോകാതിരിക്കാനും സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സഭ, സമൂഹം, ഭരണാധികാരികൾ, കുടുംബം, നൽകണം എന്നിവയ്ക്കായി നന്ദി അറിയിക്കുന്നു. അങ്ങയുടെ അറിവിൽ നിന്ന്, ആത്മീയതയിൽ നിന്ന് മനസ്സിലാക്കി അനുഭവം പങ്കിടാനും അനേകരെ ഇതിലേക്ക് ആകർഷിക്കാനും സഹായിക്കണമേ. എല്ലാ മഹിമയും ബഹുമാനവും വന്ദനവും അങ്ങേക്ക് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ ജന്മദിനം കൊണ്ടാടി നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിലെ ജന്മദിനം ആഘോഷ പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഞാനിവിടെ വായിക്കട്ടെ. മിസ്റ്റർ ജോമോൻ ബാബു, മിസസ് സൈമോൾ ഹാൻലി, മിസസ് റോഷിൻ നയനാൻ, അമിയ എലിസബeth അരിവളാകൻ, മിസസ് സൂസ് തോമസ്, മിസസ് സിസി അരുൺ, മിസ്റ്റർ ബിജോയ് പി തോമസ്, മിസ്റ്റർ ആന്റോണിയ കാപ്പുനോ, Mr. Ajil Jos Abraham, Dr. David Peter S., Mrs. I. Sophia, Mr. Jimon Babu, Mr. Gio Anthony C., Miss Shilpa, Hannah Sarah Maman, Mr. C.M. Thomas,
ആൻഡ് മിസ്സസ് ഷെറിൻ കോച്ചി. പ്രിയപ്പെട്ടവർ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് ഈ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കാരുണ്യവാനായ സ്വർഗീയ പിതാവാ ദൈവമേ, ദൈവത്തിന്റെ കൃപയുള്ള കരുണയിലും കാവലിലും ഞങ്ങൾ ഈ ജന്മദിനം ആഘോഷ മക്കളെ ഞങ്ങൾ വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹവും കൃപകളും കർത്താവെ ഞങ്ങളുടെ നാളുകളും പെരുക്കി ഞങ്ങളുടെ ജീവിതത്തിൽ കൃപകൾ തന്ന് ഞങ്ങളെ ഓരോ സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും ഒക്കെ നീ നിയോഗിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജന്മദിനം ആഘോഷമായ പ്രിയപ്പെട്ട മക്കളെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ മുന്നോട്ടുള്ള യാത്രകളിലും മുന്നോട്ടുള്ള ജീവിത വേളകളിലും ദൈവിക സാന്നിധ്യം അവർക്ക് കൊടുത്ത് അവരെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ ഈ സമകാലീന ലോകത്തിൽ ദൈവത്തെ അറിയുന്നവരായി കർത്താവെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി വീണ്ടും തീരുവാൻ അവരൊക്കെ നീ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ തന്നെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, സമർപ്പിക്കട്ടെ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. നമുക്ക് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പറയാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകലരുടെ പിതാവേ, ഞങ്ങൾക്ക് മഹാവിനും ഞങ്ങളെ ഈ ആഴ്ചയുടെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ലോകത്തെ വീണ്ടെടുത്ത ഞങ്ങളുടെ ഹൃദയങ്ങളുമായി കൂടാതെ ഞങ്ങളെ വിശ്വസിയോടും നീതിയോടും ഞങ്ങളുടെ കർത്താവായ ഞങ്ങളെ പ്രവേശിക്കുന്നു. അവരുടെ നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഒരുങ്ങാം. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാവുന്നെന്ന് അവർ കണ്ടറിയുവാൻ, അവയെ വിശ്വസിച്ചോടെ നിവർത്തിപ്പാൻ, അവർക്ക് കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ അരുളണമേ. നമുക്കിപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതിന് മുമ്പായി ഗീതം 456 ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. ഗീതം 456. Some
നമ്മെയും നമ്മുടെ ദാനങ്ങളെയും ദൈവകൃപയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്തവനായി നിലകൊള്ളുന്ന സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകം ഭയാനകമായി തീരുകയാണ്. കൊറോണ എന്ന വൈറസിനാൽ അനേകർ മരിച്ചു കഴിഞ്ഞു. അനേകരുടെ ജോലി നഷ്ടമായി. വ്യക്തികളും സമൂഹവും സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഭയപ്പെടാതെ ജോസേഫിനെ പോലെ നിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാനും പ്രശ്നങ്ങളുടെ നടുവിൽ ദുഃഖിതനായി മടങ്ങിപ്പോകാതെ ഞങ്ങൾക്കുള്ളത് നന്നായി വിനിയോഗിപ്പാനും ഞങ്ങളുടെ ദാനങ്ങളെ അങ്ങയോട് ചേർന്നിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് ആശീർവാദത്തിനായിട്ട് തലകളെ മടക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങളുടെ മേലും ഈ ആരാധനയിൽ ഭാഗവാക്കുകളായ ഏവരുടെ മേലും ശ്രവിച്ചവരുമായവരുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് യുവജനങ്ങൾ വളരെ മനോഹരമായ ഒരു ആരാധനയിൽ നേതൃത്വം നൽകി. ദൈവവചനം പ്രസംഗിച്ചായ ആഷ്ന ജോയ് ഇന്നത്തെ സമകാലീന കോവിഡ് അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം അതിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ മെസ്സേജ് പറഞ്ഞു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് നേതൃത്വം നൽകിയായ ആഷിഷ് ജോൺ, ടാനിയ മേരി നൈനാൻ, ആഷ്ലിൻ ജോ, ലിയ തോമസ്, ഡെന്നിസ് ജോൺ ആൻഡ് മിനി ബോബി, ഈ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു നാളുകളിലും അനുഗ്രഹകരമായി ഈ സഭയിലും ഈ സമൂഹത്തിലും അവരെ കുടുംബജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ അനുഗ്രഹകരമായി മുന്നോട്ട് പോകാൻ ദൈവരെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക്
കീർത്തനം 199 കീർത്തനം പാടി ഈ ആരാധന അവസാനിപ്പിക്കാം. കീർത്തനം 199. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടെ പോകാം. ആമേൻ. സമുദ്രങ്ങളെന്റെ മേൽ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൽ മീതെ എൻ പിതാ